കിട്ടി കിട്ടി. ശരിക്കും കിട്ടിക്കാണും, അല്ലെങ്കിൽ ഇങ്ങനെ ഓടില്ലല്ലോ. അതല്ലാന്ന് കോൺഗ്രസാ കിട്ടി. അതെ, കറണ്ട് കപ്പൽ ഇടിച്ചു വന്ന കോൺഗ്രസ്സാകാർ കസ്റ്റഡിയിലെടുത്തു. എവിടെ? ഇവിടെ ഈ സിറ്റിയിൽ. വിഷ്ണു 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 ആലോർക്കെ വിഷ്ണു വിഷ്ണു. എന്റെ കർത്താവ് ഇതെവിടെ പോയി? അകത്തായോ അതോ മുങ്ങിയോ? എന്റെ കർത്താവ് എന്നെ പഠിക്കാനാണോ അമേരിക്കയിൽ നിന്ന് കുറ്റിയും തട്ടി ഇങ്ങോട്ട് പോകുന്നത്? ഇതെവിടെ പോയി കിടക്കും? ചേട്ടാ ചേട്ടാ, എന്താ നീ കാലത്ത് തന്നെ ഓടുന്നെന്തിനാടാ? വ്യായാമം വ്യായാമം. വിഷ്ണു ഇവിടെ വന്നോ? ഇല്ല. വിഷ്ണു ഇതൊരു പോകുന്നുണ്ടോ? ഇല്ല. അയ്യോ, നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. നീ എന്തിനാ അണയ്ക്കുന്നേ? ഞാനെന്താ തീയാണോ അണയ്ക്കാൻ? ഇവരെന്താ എടാ പെറുക്കി, ഇതെല്ലാം പെറുക്കി വെച്ചേച്ചു പോ. അമ്മേ അമ്മേ, അമ്മയില്ലേ? അമ്മ അകത്തുണ്ട്. അമ്മേ, എന്താ വക്കീല ഇത്? സോറി. വക്കീലിന് എന്താ ഇത്ര അത്യാവശ്യം? അല്ലമ്മേ, പിന്നെ കണ്ടുപിടിച്ചു. എന്ത്? തങ്കപ്പൻ ചേട്ടനെ ഇടിച്ചു വന്ന കോൺഗ്രസ് കണ്ടുപിടിച്ചു. സത്യമാണോ വക്കീല്? സത്യം. കാർ എസ് ഐ ജബ്ബാർ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. അടുത്ത ഏതാനും ആഴ്ചക്കുള്ളിൽ അമ്മ ലക്ഷാധിപതിയാകും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. ഈ സന്തോഷ വാർത്ത പറയാനാ ഞാൻ ഓടി വന്നത്. ശ്രീദേവി, അവള് കറണ്ട് ഓഫീസിൽ പോയിരിക്കുവാ. അയ്യോ, എന്ത് പറ്റി? ജോലിക്ക് പോയി. ഓ, ജോലി. സോറി, പെട്ടെന്നുണ്ടായ സന്തോഷത്തില് ഞാൻ അതൊക്കെ അങ്ങ് മറന്നുപോയി. എനിക്ക് പോയിട്ട് കാറിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുണ്ട്. ശ്രീദേവിയോട് ഈ വിവരം പ്രത്യേകം പറയാം. വരട്ടെ അമ്മേ. Come on, hurry up. Rush to the spot. സാർ സാർ, ബ്രേക്ക് ഉണ്ടെങ്കിൽ ചവിട്ടണേ. ബഹളം കൂട്ടാതെ കാര്യം പറയണോ. വിഷ്ണു അകത്തുണ്ടോ? വിഷ്ണു? ഏത് വിഷ്ണു? സാറ് പിടിച്ച കാറിന്റെ. ഓ, അത് ശരി. ഏതോ കൊമ്പന്റെ കാറായിരിക്കും. രാഷ്ട്രീയക്കാരും പത്രക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞില്ലേ? ഇനിയും പലരും വരും. വരട്ടെ. ഇത് അതൊന്നും അല്ല സാർ. വിഷ്ണു അകത്തുണ്ടോ? വിഷ്ണു മാത്രല്ല, ശിവനും ബ്രഹ്മാവും ഒക്കെ ഉണ്ട്. തനിക്ക് എന്ത് വേണം? 3 പേരെ ഒന്ന് കാണണമായിരുന്നു. ശകലം മുടിക്കല് മാറിക്കണം. വണ്ടിയെടുക്കണം. സാർ വണ്ടി വിടല്ലേ? കണ്ട് പ്രാണന്മാർക്ക് കയറി വരാനുള്ള സ്ഥലമല്ലേ? Get out, bloody fool. God bless you. കുറച്ച് ദിവസമായിട്ട് സാറിന് ഉറക്കം തരാതിരുന്ന സാധനമാണ് ഈ കിടക്കുന്നത്. ഇതെങ്ങനെ പൊക്കി? ജാക്കി വെച്ച് പൊക്കി. ഞാനൊരു കാര്യം ഏറ്റാൽ അത് നടത്തിയിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് സാറ് പറഞ്ഞാൽ മതി. കാറിന്റെ ഓണർ, ഇൻഷുറൻസ് കമ്പനി എല്ലാം മനസ്സിലാക്കി തരണം. അതിന് ആർട്ട് ഓഫീസിലേക്ക് ആളെ വിട്ടു കഴിഞ്ഞു. കേസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് ഞാൻ പറയാതെ അറിയാലോ. വക്കീൽ എന്താ ആളെ കളിയാക്ക? ചൂടാകാതെ, ഞാനൊരു ആവേശത്തിന് ചോദിച്ചു പോയതാ. എന്താണ് ഇപ്പൊ അങ്ങനെ ഒരു ആവേശം വരേണ്ട കാര്യം? എങ്ങനെ ആവേശം വരാതിരിക്കും? 5 ലക്ഷത്തിന്റെ 30%, 1.5 ലക്ഷം. ഓ, പണ്ടാരടങ്ങാൻ ഇയാൾ എന്തിനൊപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? സ്റ്റേഷനിൽ ചെന്നപ്പോ താൻ എവിടെയാണെന്ന് അറിഞ്ഞു. പ്രമാദമായ ഒരു കേസിൽ പിടിയിട്ടേണ്ടിയിരുന്ന കാറാണ് സാർ ഇത്. താനങ്ങ് വന്നേ. ഓ, തനിക്ക് തലയ്ക്ക് വട്ടുണ്ടോ? എന്താണ് സാർ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? മുഖ്യമന്ത്രിയുടെ മരുമന്റെ കാറാ. അല്ല, ചതിച്ചോ? തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി പെട്ടെന്ന് കേടായി പോയതാ. അങ്ങനെയാണ്. എന്തിനാണ് സാർ ഇവിടെ കേട്ടിട്ട്? റോഡിൽ തന്നെ ഇട്ടാ പോരായിരുന്നോ? ഇതൊരു മാതിരി ഒളിച്ചിടുന്ന പോലെ. റോഡിൽ കിടന്ന് വെയിൽ കൊള്ളാന്ന് വെച്ച് തള്ളി അകത്തിട്ടതായിരിക്കും. അതുകൊണ്ട് ഇനിയിപ്പോ എന്തെല്ലാം പുലിവാല ഉണ്ടാവുക? അതൊന്നും എനിക്ക് അറിയണ്ട. വൈകുന്നേരത്തിന് മുമ്പ് കാർ റിപ്പയർ ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിക്കണമെന്ന ഐജിയുടെ ഓർഡർ. അതെങ്ങനെ സാർ ഇത്ര പെട്ടെന്ന്? എനിക്കറിഞ്ഞൂടാ, പക്ഷെ താനത് ചെയ്യണം. ദിസ് ഇസ് എൻ ഓർഡർ. ഇല്ലെങ്കിൽ തലയിൽ തൊപ്പിക്ക് പകരം മുണ്ടിട്ട് നടക്കേണ്ടി വരും. ജബ്ബാർ, ഇവിടെ അടുത്ത് തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട്. വേഗം കാർ നന്നാക്കി കൊണ്ടു കൊടുക്ക്. ഒരു ചാക്കി ചാൻ. ഇതൊക്കെ ഇയാൾ ഭരിച്ച പോനാ. എടോ, തനിക്ക് മുഖ്യമന്ത്രിന്റെ മരുമോനെ കാർ എന്നെ പിടിക്കാൻ കിട്ടുള്ളൂ. പണ്ടാടങ്ങാൻ തനിക്ക് വേറെ കാർ കാണിക്കാൻ പറ്റില്ലല്ലോ. എന്റെ കോണ്ടസാ, എന്താ തോമസ് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നു? കാറ്റുകൊണ്ട് സുഖിക്കാൻ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ കാറ് പുറത്തിറക്കരുതെന്ന്. അതിനിപ്പോ എന്തുണ്ടായി? എന്തുണ്ടാകാൻ? ഞാൻ ഓടിയ ഓട്ടം ഒളിമ്പിക്സിലാരുടെ സ്വർണ്ണ മെഡലുകൾ വാരി വാരി എറിഞ്ഞാന്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. കറണ്ട് തങ്കപ്പനെ ഇടിച്ചു ഒന്നാണെന്നും പറഞ്ഞ് ആ SI ജബ്ബാർ ഒരു കോണ്ടസാ കാറ് പിടിച്ചു. ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ കാറാണെന്ന്. അത്രേ ഉള്ളോ? അപ്പൊ തോമസ് കുട്ടി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറ. എനിക്ക് വിശ്വാസം വരുന്നില്ല. വരുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ വണ്ടി ഇങ്ങനെ ഇട്ടിരുന്നാലേ അതിന്റെ ബാറ്ററി വീക്കായി പോകും. ഓടി ഓടി എന്റെ ബാറ്ററി വീക്കായാൽ വിഷ്ണുവിന് വേദനയില്ലല്ലേ? ഏതായാലും വണ്ടി എടുത്ത് ഷെഡിനകത്ത് പൂട്ട്. പൂട്ട്. നിക്ക് 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 നിക്ക്. ഈ വണ്ടി കൊണ്ട് എവിടാ പോയത്? ശ്രീദേവിയെ കാണാൻ. അതിന് കോണ്ടസേ കയറി തന്നെ പോണോ? ഓട്ടോറിക്ഷ കയറി പോയാ പോരെ? കാളവണ്ടിയിലും പോവാൻ വേണമെങ്കിൽ. അത് SI ജബ്ബാറിന് ഒരു അബദ്ധം പറ്റിയതാ. കാറ് മാറിപ്പോയി. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ മരുമോൻ. പക്ഷേ ജബ്ബാർ ഇപ്പൊ ഭയങ്കര വാശിയില്ല. ഇനി കാറ് കണ്ടുപിടിച്ചിട്ടേ എന്നെ വന്ന് കാണുമെന്ന് ശപഥം ചെയ്തിരിക്കുക. കാറ് കണ്ടുപിടിച്ചാൽ ഉടൻ ഇൻഷുറൻസ് തുക ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചു തന്നിരിക്കും. ഓ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ പറയരുതമ്മേ. തങ്കപ്പൻ ചേട്ടന്റെ കാശ് വാങ്ങിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. അതുകൊണ്ട് എന്ത് ത്യാഗം സഹിച്ചും ഞാനത് ചെയ്യും.
അമ്മ വിഷമിക്കരുത്. വിഷമം അതല്ല, ശ്രീദേവിയുടെ കാര്യം ഓർക്കുമ്പോഴാ. ശ്രീദേവിയുടെ കാര്യമോർത്ത് അമ്മ പ്രയാസപ്പെടണ്ട. ശ്രീദേവിക്ക് ഒരു ജോലിയുണ്ടല്ലോ. പെൺകുട്ടിയാവുമ്പോ അത് മാത്രം മതിയോ? പോരാന്ന് എനിക്കും അറിയാം. അവക്ക് യോജിച്ച ഒരാളെ കണ്ടുപിടിക്കണം. ആ കാര്യത്തിൽ അമ്മ ഭാഗ്യവതിയാണ്. ഒരാളുണ്ട്. അതാരാ? അമ്മ ഒന്ന് ഓർത്തു നോക്ക്. സമൂഹത്തിൽ മാന്യമായ സ്ഥാനം, നല്ല സ്വഭാവം, ആവശ്യത്തിന് സ്വത്ത്, പിന്നെ കാണാനും സുന്ദരൻ. അമ്മയുടെ മരുമകന് ഇത്രയും യോഗ്യതകൾ പോരെ? അതാരാ? ഞാൻ ധൃതിയില്ല, ആലോചിച്ച് തീരുമാനം പിന്നെ അറിയിച്ചാ മതി. വരട്ടെ. അയാളെ കാണുന്നതോ അയാൾ ഈ വീട്ടിൽ വരുന്നതോ എനിക്ക് ഇഷ്ടമല്ല. പിന്നല്ലേ കല്യാണം? നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? കയ്യിലൊന്ന് ആലോചിച്ചെന്നല്ലേ ഉള്ളൂ. അയാൾ ആലോചിക്കണ്ട. അമ്മയ്ക്ക് അപ്പൊ തന്നെ അങ്ങ് പറയായിരുന്നില്ലേ നടക്കില്ലെന്ന്? അതിന് നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ മനസ്സിലായില്ലേ? എന്നാ നാളെ തന്നെ പറഞ്ഞേക്കണം. എന്നാലും മോളെ, വക്കീലിനോട് നമുക്കൊരു കടപ്പാടില്ലേ? എന്ത് കടപ്പാട്? ഇൻഷുറൻസ് കാശിൽ നിന്നും കമ്മീഷൻ കണക്ക് പറഞ്ഞു വാങ്ങുമ്പോഴേ അമ്മയ്ക്ക് അയാളുടെ കള്ളത്തരം മനസ്സിലാവൂ. ഇനി മേലാൽ അയാളുമായുള്ള വിവാഹക്കാരി അമ്മേനോട് സംസാരിക്കരുത്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. 2 ഐസ്ക്രീമും കഴിച്ചു. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ഇപ്പൊ അയാൾ എന്നും വീട്ടിൽ വരും. ആര്? ആ വക്കീല്. അമ്മ അയാളോട് കുറച്ച് മയത്തിൽ പെരുമാറുന്നതാ കുഴപ്പം. തനിക്ക് ജോലി വാങ്ങി തന്ന ആളല്ലേ? ആ ഒരു അധികാരം വെച്ചോണ്ട് ഇപ്പൊ കല്യാണാലോചന തുടങ്ങിയിരിക്കുന്നെ. ജോലി വേണ്ടെന്ന് വെച്ചാ? ഏയ് ശ്രീദേവി, ബി പ്രാക്ടിക്കൽ. വിഷ്ണു ഒരു കാര്യം ചെയ്യോ? വീട്ടിൽ വന്ന് അമ്മയൊന്ന് കാണണം. നമ്മുടെ കാര്യം സംസാരിക്കണം. അമ്മയെ ധിക്കരിച്ച് എനിക്കൊന്നും ചെയ്യാനൊക്കില്ല. അതുകൊണ്ടാ. പ്ലീസ്. വരാം. വക്കീലുണ്ടോ? ഏത് വക്കീൽ? ഇത് വക്കീൽ വാസുദേവന്റെ വീടല്ലേ? എന്താ എന്ത്? വക്കീൽ വാസുദേവന്റെ വീടോ? വക്കീലാപ്പീസിൽ ചോദിച്ചപ്പോ ചേട്ടൻ എപ്പോഴും എവിടെയാണെന്ന് പറഞ്ഞു. നീ ഏതാ കൊച്ചേ? എന്റെ പെങ്ങളാ. താനേതാ? എന്റെ ആങ്ങളെയാ. ഓ, അപ്പൊ ആങ്ങളയ്ക്കും പെങ്ങൾക്കും ഇപ്പൊ എന്താ വേണ്ടത്? ഞങ്ങള് വാസുവേട്ടന്റെ നാട്ടിൽ നിന്ന് വരികയാ. എന്താ വിശേഷം? അത് ഞങ്ങള് വക്കീലിനോട് പറഞ്ഞോളാം. അമ്മയ്ക്ക് ഭാഗ്യമുണ്ട്, വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടി. ഇതാരമ്മേത്? ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ചേട്ടനോ? ഏത് ചേട്ടൻ? എവിടത്തെ ചേട്ടൻ? എന്താ ഏട്ടാ ഇത്? എന്നാൽ എന്നോട് ഇങ്ങനെ വേണ്ടായിരുന്നു. ഇവർക്കെന്താ മാനസിക രോഗമുണ്ടോ അമ്മേ? ചേട്ടൻ എന്നെ മാനസിക രോഗിയാക്കരുത്. എന്റെ അച്ഛൻ മരിച്ചപ്പോ ഇൻഷുറൻസ് കാശ് വാങ്ങി തരാമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം എന്റെ വീട്ടിൽ വന്ന് എന്നെ വശീകരിച്ചതും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് മറന്നുപോയോ? 3 മാസമായി ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ ഗർഭിണിയാണ് ചേട്ടാ. ആലോചിച്ച് നിൽക്കാതെ വക്കീൽ ഇതൊരു തീരുമാനം ഉണ്ടാക്കണം. എന്ത് തീരുമാനം? ഗർഭിണിയായാൽ ഇൻഷുറൻസ് കാശ് കിട്ടാൻ വകുപ്പില്ല. എനിക്ക് കാശ് വേണ്ട, എന്റെ കുഞ്ഞിന് അച്ഛൻ മതി. അതാണോ കാര്യം? എത്ര അച്ഛന്മാരെ വേണം? കളിക്കാതെ കല്യാണം എപ്പോ നടത്താമെന്ന് പറയണോ? ആൾമാറാട്ടം IPC 416, വഞ്ചന കുറ്റം IPC 420, ഭീഷണിപ്പെടുത്തൽ IPC 503. ഈ 3 കേസിനും കൂടി 4 വർഷം കഠിന തടവ്. 2 പേർക്കും കൂടി അകത്ത് കിടന്ന് സുഖിക്കാം. പിന്നെ നിനക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിൽ സർക്കാർ ചെലവിൽ പ്രസവവും നടക്കും. വക്കീലും പോലീസും ഒറ്റക്കെട്ട. അതുകൊണ്ട് എന്നോട് കളിക്കരുത്. പറ, ആരാ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന എന്നെ അപമാനിക്കാൻ ശ്രമിച്ചതിന് IPC 499 പ്രകാരം മാനനഷ്ട കേസ്, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം, 2 വർഷം കഠിന തടവും. സത്യം പറടാ, ഏതായി പെണ്ണ്? എന്റെ ഭാര്യ. ഭാര്യയോ? പറ, എന്തിനാ ഈ വേഷം കെട്ടി ഇവിടെ വന്നത്? പറയാൻ. ചീറ്റിപ്പോയി. വേണ്ട, പറയണ്ട. ഞാൻ പോലീസിനെ വിളിക്കാം. അല്ലേ അമ്മേ? ഇപ്പോ അമ്മയ്ക്ക് മനസ്സിലായി കാണുമല്ലോ, എന്നെയും ശ്രീദേവിയും തമ്മിൽ തെറ്റിക്കാൻ ആരോ ചെയ്ത പണിയാ. ഇതൊന്നും അമ്മ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ശ്രീദേവിയും എനിക്കത് മാത്രം മതി. പിന്നെ ഞാൻ വന്നത്, ഇത് തങ്കപ്പൻ ചേട്ടന് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും കിട്ടേണ്ട പ്രോവിഡന്റ് ഫണ്ടിന്റെ എമൗണ്ടാ. ഞാൻ ഇറങ്ങട്ടെ അമ്മേ.
അയ്യോ കാപ്പ് കുടിക്കാതെയോ? വരൂ വരൂ. വരാം വാ. വരാം. ഛേ ശ്രീദേവിയൊക്കെ എന്ത് വിചാരിച്ചാണ്? ഭയങ്കര ബോറായിപ്പോയി. തനിക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടോ? ആ തള്ളക്ക് കാശേ കാശ് എന്നൊരൊറ്റ ചിന്തയേ ഉള്ളൂ. അതും കെട്ടിയോൻ ചത്ത കാശ്. അത് വാങ്ങിച്ചു കൊടുക്കുന്ന വക്കീലിന്റെ നേരെ ഒരു ചായവ് കാണും. ആ ചായവ് പൊളിച്ച് വക്കീലിന് സ്വഭാവ ദൂഷ്യക്കുറ്റം ആരോപിച്ച് വിഷ്ണുവിന്റെ ലൈൻ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഉദ്ദേശശുദ്ധിക്ക് മാപ്പ് തരണം. തന്നെ അവരാരെങ്കിലും കണ്ടോ? തള്ളേമോളും കണ്ടിട്ടില്ല, ആ വക്കീലും കണ്ടിട്ടില്ലെന്നാണ് എന്റെ തോന്നൽ. ഓഹോ, അപ്പൊ തോന്നലുള്ളോ? ഹോ, ആ സമയത്ത് ആ വക്കീൽ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അയാളുടെ കളി അതോടെ തീർന്നു തന്നെ. വക്കീല് വരും, അയാളുടെ സമയം തെളിഞ്ഞു നിൽക്കല്ലേ? അത് തെറ്റ്. നമ്മുടെ സമയം മോശമായതുകൊണ്ടാണ് വക്കീൽ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അതിരിക്കട്ടെ, ശ്രീദേവി ഇപ്പോഴും നമ്മുടെ കളത്തിലാണോ? അതിനെന്താ സംശയം? ആ പിന്നെ ധൈര്യമായിട്ടിരിക്കെ. ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. വെള്ളം ഇവിടെ വെള്ളം. അത് കുളത്തിലാണോ വീട് വെച്ചിരിക്കുന്നത്?